ജബ്ബാർ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വാസി തൻ്റെ ജീവിതത്തെക്കാൾ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെക്കാൾ തൻ്റെ രക്തത്തെക്കാളൊക്കെ പ്രാധാന്യം നൽകണമെന്ന ഖുർആനിൻ്റെ നിർദ്ദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂപ്പർ ദൈവമാക്കലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഇവിടെ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞതല്ല, അള്ളാഹുവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യരിലേക്ക് ദൂതനായി നിയോഗിച്ച അള്ളാഹു. ആ അള്ളാഹു വിശ്വാസികളോടാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരോടുമല്ല. എല്ലാ മനുഷ്യരോടും അത് പറയാതിരിക്കാൻ കാരണം എന്താണ്? എല്ലാ മനുഷ്യരും ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അംഗീകരിച്ച ആളുകളോട് പറഞ്ഞു, പ്രവാചകൻ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ അടുത്ത ആളായിട്ട് നിങ്ങൾ പരിഗണിക്കണം. അപ്പോൾ ഇതാണ് ജബ്ബാർ പറഞ്ഞ സൂപ്പർ ദിവ്യത്വം. ഇവിടെ മുഹമ്മദ് നബിയെ ഇങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ സ്വന്തത്തെക്കാൾ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്ന ദൈവം പറയുമ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് നബി സൂപ്പർ ദൈവമാവുക? ദൈവം തന്നെയാണ് അപ്പോൾ അവിടെ സൂപ്പർ. ഒരു ദൈവമേ ഉള്ളൂ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം പല ദൈവങ്ങളുണ്ടാകാം. കാരണം ആൾ യുക്തിവാദി ആയതുകൊണ്ട് ആൾക്കെന്തും വിളിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ദൈവമേ ഉള്ളൂ, അള്ളാഹു ആണ് ആ ദൈവം. അള്ളാഹു പറയുന്നു വിശ്വാസികളോട് നിങ്ങൾ നിങ്ങളെക്കാൾ മുഹമ്മദ് നബിക്ക് പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ മാതാക്കളെപ്പോലെ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതേ അവസരം മറ്റ് അന്യ സ്ത്രീകളുമായി എങ്ങനെ പെരുമാറണമോ ആ രീതിയിലെ ബാക്കി രംഗങ്ങളിലൊക്കെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഭാര്യമാരുമായിട്ട് പെരുമാറാൻ പാടുള്ളൂ എന്നും ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും ജബ്ബാർ പറയുന്നത് സൂപ്പർ ദൈവം എന്നാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതല്ല, അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളായി പരിഗണിക്കണം എന്ന് നബിയല്ല പറഞ്ഞത്, അള്ളാഹുവാണ്. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെപ്പോലെ പരിഗണിക്കണം. ഇവിടെ ലോകം അംഗീകരിച്ചൊരു വസ്തുത ഉണ്ട്. അതെന്താണ്? നിയമം എന്ന ഒരു സംഗതി. ആ നിയമം കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം എന്താവും? അതിനൊരു കാരണം ഉണ്ടാവും. കാരണത്തോട് ബന്ധപ്പെടുത്തിയാണ് നിയമം ആവിഷ്കരിക്കുക. ഇവിടെ പ്രവാചകൻ്റെ ഭാര്യമാർ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യുന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മാതാക്കളെപ്പോലെ കരുതാം. ഇത് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്, ഇതുപോലുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കണം എന്ന് അള്ളാഹ് പറയുമ്പോൾ ജബ്ബാറിൻ്റെ ചോദ്യം, ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ പറയുമെന്ന്. ജബ്ബാറിന് ചിലപ്പോൾ ജബ്ബാറിൻ്റെ യുക്തിവാദത്തിന് യോജിക്കുകയില്ലായിരിക്കാം. ലോകത്ത് ഇസ്ലാമും മുസ്ലിങ്ങളും മാത്രമല്ല, ഏതൊരു ആദർശത്തിൻ്റെ ആളുകളും ആ ആദർശത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തത്തെക്കാൾ പ്രാധാന്യം നൽകുക ആദർശത്തിനായിരുന്നു. ഇപ്പോൾ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ആ രാജ്യത്തോട് അവർക്ക് കൂടുതൽ വിധേയത്വം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ പ്രധാനം ഞങ്ങളുടെ നാടാണ്, രാജ്യമാണെന്ന് പറയും. അതുപോലെ ഞങ്ങളുടെ ആദർശമാണ് ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾക്ക് പ്രധാനം. അപ്പോൾ ഇത് ഇസ്ലാം മാത്രം പറയുന്ന സംഗതിയല്ല. ഇസ്ലാം നബിയുടെ കാര്യത്തിൽ പറയുന്നു, മറ്റുള്ളവർ അവരംഗീകരിക്കുന്ന ആശയങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ പേരിൽ പറയുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ജബ്ബാറിൻ്റെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ലാന്ന് മാത്രമല്ല, തനി വിഡ്ഢിത്തപരമായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ജബ്ബാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മുഹമ്മദ് നബി
അദ്ദേഹത്തെ പിതാവിൻ്റെ സ്ഥാനത്ത് നിർത്താഞ്ഞത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആന് വന്നബിയു അബൂക്കും എന്നോ അതുപോലുള്ള പ്രയോഗങ്ങൾ പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഇമാം റാസി പരിഹാസപൂർവം അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ജബ്ബാർ പറഞ്ഞത്. എന്തോ ജബ്ബാറിന് ബുദ്ധിപരമായിട്ട് എന്തോ ഒരു തകരാറുണ്ട്. കാരണം ഇമാം റാസിയെപ്പോലുള്ള ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറഞ്ഞ തൊലിക്കട്ടിയൊന്നും പോരാന്ന് മാത്രമല്ല, ബുദ്ധിസ്ഥിരത ഇല്ലാത്തൊരുത്തന്നെ മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജബ്ബാർ എന്ന് പറയുന്ന അരക്കിറുക്കൻ എന്ന് നമുക്ക് ജബ്ബാറിനെ പറ്റി പറയാം. യഥാർത്ഥത്തിൽ ഇമാം റാസി ഒരു സാങ്കല്പിക ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യത്തിന് മറുപടി പറയുകയുമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് പ്രവാചകനെ പിതാവ് ആണ് എന്ന്, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിനവിടെ അദ്ദേഹം രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മുഹമ്മദ് നബി നിങ്ങളുടെ പിതാവാണ് എന്ന് പറഞ്ഞാൽ, വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരുടെ മാത്രമല്ല വിശ്വാസിനികളുടെ കൂടി പിതാവാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിതാവിന് പെൺമക്കളെ വിവാഹം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മാതാവാണ് പ്രവാചകൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അവിടെ പ്രവാചകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീയെയും, ഇവിടെ ബഹുഭാര്യത്വത്തിൻ്റെ ഒന്നുമല്ല പ്രശ്നം, അടിസ്ഥാനപരമായി ഒരു സ്ത്രീയെപ്പോലും വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റാതെ വരും. ഒന്ന്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നിങ്ങളുടെ പിതാവാണ് എന്ന് പറയാതിരുന്നത് എന്നാണ് ഇമാം റാസി പറഞ്ഞത്. അത് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഈ അരക്കിറുക്കം പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും കൂട്ടിക്കൊടുക്കാൻ വേണ്ടി സമൂഹത്തെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിൽക്കാം. അപ്പോൾ തൻ്റെ മണ്ടയിൽ എന്തോ ചകിരിത്തുപ്പോ മറ്റോ നിറച്ച് വെച്ചിട്ടാണ് ജബ്ബാർ ഇതൊക്കെ പറയണതെന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, സമൂഹത്തിൻ്റെ സമ്പത്ത് മുഹമ്മദ് നബി ആഗ്രഹിച്ചാൽ അത് മുഹമ്മദ് നബിയുടേതായിത്തീരും എന്ന് ഇമാം റാസി പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുഹമ്മദ് നബി ഒരാളോടും അവരുടെ സമ്പത്ത് തനിക്ക് തരണമെന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു സാങ്കല്പികമായിട്ടുള്ള സംഗതിയാണ് പറയുന്നത്. മുഹമ്മദ് നബി അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വന്തം ജീവനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തെ, ആ സമൂഹത്തിലെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ സമ്പത്തിനാണോ ജീവനേക്കാൾ വലിയ വില? അപ്പോൾ അവരുടെ സമ്പത്ത് നബിക്ക് കിട്ടണമെന്ന് നബി ആഗ്രഹിച്ചു, അവരോട് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്ത് വാങ്ങുന്നതാവാം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില ഇല്ലാതെ ചോദിക്കുന്നതാവാം. രണ്ടായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രശ്നമുള്ളൊരു സംഗതിയൊന്നുമല്ല. കാരണം സ്വന്തം ജീവനേക്കാൾ വിലയുള്ളതല്ലല്ലോ ഒരാൾക്കും അയാളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമ്പത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ വിശ്വാസി തയ്യാറാണ്. ജബ്ബാറിൻ്റെ അവിടെ ഉള്ള അത്ഭുതം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്നും കോടിക്കണക്കിന് ആളുകൾ ഈ രീതിയിൽ കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ ആദരിക്കുന്നു, ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് പൂജിക്കുന്നു എന്നൊക്കെയാണ്. ഇതന്നെയാണ് ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സംഗതിയും. വിശ്വാസികൾ അവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബിയെയാണ്. അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ മുഹമ്മദ് നബിയാണ്. ഇവിടെ മുഹമ്മദ് നബിയെ സൂപ്പർ ദൈവമാക്കാണ് ജബ്ബാർ ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാന, മുഹമ്മദ് നബിയോടല്ല അള്ളാഹുവിനോടാണ് സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെ ഉള്ളത്. ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തങ്ങളുടെ വഴികാട്ടി മാതൃകാപുരുഷൻ എന്നുള്ളവർക്ക് അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിഷ്ടപ്പെടുന്ന ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ മുഹമ്മദ് നബിയെ സമൂഹം ഒരിക്കലും ദൈവമായിട്ടല്ല, ദൈവമായിട്ട് പോയിട്ട് ദൈവമായിട്ട് പോലും കാണില്ല. അപ്പോൾ ജബ്ബാർ പറയുന്നത് മുഹമ്മദ് നബിയെ പറയുമ്പോൾ പിന്നെ അവർക്ക്
വികാരമിളകും. അള്ളാനെ പറയുമ്പോൾ വികാരം ഇളകൂലെന്നാണ്. രണ്ടായിരുന്നാലും വികാരം ഇളകും. പക്ഷേ ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ ജീവിച്ചു പോരുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ, അതിലെ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സംയമനം കൊണ്ടാണ്. അവർ വികാരം ഇളകിയിട്ട് പുറപ്പെടുകയാണെങ്കിൽ ജബ്ബാറിൻ്റെ ഇവിടെ ജീവിക്കുമായിരുന്നില്ല. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് കണ്ട അതും ഇതും പിച്ചും പേയും പറഞ്ഞിട്ട് ഇസ്ലാമിനെ അവഹേളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കി കാണിക്കുകയും ചെയ്യുന്ന പണി നിർത്തിയിട്ട് ജബ്ബാർ സ്വന്തത്തെപ്പറ്റി ഒന്ന് ആലോചിക്കാം. ഈ സമൂഹം ജബ്ബാർ പറയണ മാതിരിയിൽ വൈകാരികമായിട്ട് ഇളകുകയാണെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെയൊക്കെ അവസ്ഥ? 50 കൊല്ലമായി രംഗത്ത് പണിയെടുക്കേണ്ടതെന്ന് വീമ്പളക്കുണ്ടല്ലോ. എന്നാൽ 50 കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും മുസ്ലിം സമൂഹം വികാരപരമായിട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകളിവിടെ ജീവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ജബ്ബാർ മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ അതായിരിക്കും ജബ്ബാറിന് ഏറ്റവും നല്ലത് എന്ന് മാത്രമാണ്. അതാണ് വിവേകം, യുക്തി എന്നൊക്കെ പറയുന്നത് എന്നാണ് ജബ്ബാറിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.